ഇന്ന് നമുക്കേ ഹാവിനെ കുറിച്ച് പറയാം. ഹാവ് ഉപയോഗിക്കുന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ഹാസിന്റെ അതേ അർത്ഥവും ഉപയോഗമല്ല, അർത്ഥമാണ്. പക്ഷെ സിംഗുലറിന്റെ കൂടെ അല്ല, ബഹുവചനം പ്ലൂറലിന്റെ കൂടെ. ഐ എന്ന സബ്ജക്ട് ഞാൻ എന്ന് പറയുമ്പോഴും യു വി ദേ, ഐ യു വി ദേ, ഇത് ഇത്രയും. പിന്നെ പ്ലൂറൽ സബ്ജക്ട് ഏത് വന്നാലും ഉണ്ടെന്ന് പറയാൻ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഹാവിന്റെ അർത്ഥം പ്രധാനമായിട്ട് ഉടമസ്ഥാവകാശം പറയാൻ വേണ്ടിയിട്ട് എനിക്കുണ്ട്, എനിക്കുണ്ട്, ഉണ്ടെന്ന് പറയാനും പിന്നെ അനുഭവങ്ങൾ പറയാനും ബന്ധങ്ങൾ പറയാനും ഒക്കെ ഇതാണ് ഹാവ് ഉപയോഗിക്കും. ഉദാഹരണം, ഐ ഹാവ് എ കാർ. ഷീ പറഞ്ഞപ്പോ ഹാസേ പറയുമായിരുന്നു, അത് ഏകവചനമായിരുന്നു. ഇവിടെ ഐ ഏകവചനമാണ്, പക്ഷെ ഐയുടെ കൂടെ ഇതാണ് റൂൾ, ഹാവേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോഴ് ദേ ഹാവ് എ ന്യൂ ഹൗസ്, അവർക്കൊരു പുതിയ വീടുണ്ട്. ദേ വന്നപ്പം ബഹുവചനം, അതുകൊണ്ട് ഹാവ് ഉപയോഗിക്കും. അതുപോലെ തന്നെ രാജു ആൻഡ് രാധ ഹാവ് എ ബൈസിക്കിൾ, അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ബൈസിക്കിൾ ഉണ്ട്. രാജുവും രാധയും ബഹുവചനം കൂടെ ചേർന്ന് വന്നോണ്ട് ബഹുവചനം, അപ്പം ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഐ യു വി ദേ ആൻഡ് ഓൾ പ്ലൂറൽ നൗൺസ് വന്നാലും ഏതാണ്, ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് പറയാൻ ഹാവ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഐ ഹാവ് 2 ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഐ ഹാവ് എ ബ്രദർ, അല്ലെങ്കിൽ എ സിസ്റ്റർ, അങ്ങനെയൊക്കെ പറയാം. അതുപോലെ നമ്മൾ ഹാവ് പറഞ്ഞതുപോലെയുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റ്, ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ പറയാൻ, ഇപ്പം ക്ഷീണം പറയാന്, പനി പറയാനും ഒക്കെ പറയുമ്പോൾ ഏത് ഉപയോഗിക്കും? ഐ ഹാവ് എ ഹെഡേക്ക്, എനിക്ക് തലവേദന ഉണ്ട്. ഐ ഹാവ് എ കോൾഡ്, അല്ലെങ്കിൽ അങ്ങനെ ക്ഷീണം, മാനസികമായിട്ടുള്ള വിഷമം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആ മെന്റൽ സ്റ്റേറ്റ് പറയാനും അതൊക്കെ പറയുമ്പോഴും ഹാവ് ചേർത്താണ് പറയുന്നത്. അതുപോലെ വി ഹാവ് എ മീറ്റിംഗ്, ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അറ്റ് 5 PM 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. വി വരുമ്പോഴും ഹാവ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് വേറെ എന്താ പറയാം, ദേ ഹാവ് മീറ്റിംഗ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് ഹാവ് ചേർത്ത് പറയാം. ഐ ഹാവ് ആൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ദേ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക്, അങ്ങനെ ഹാവ് ചേർത്ത് സാന്ദർഭികമായിട്ട് പറയാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഹാവിന്റെ കൂടെ ടു ചേർത്ത് പറയും. ഐ ഹാവ് ടു ഗോ നൗ, എനിക്ക് ഇപ്പോൾ തന്നെ പോകേണ്ടതുണ്ട്, ഉണ്ട് അങ്ങനെ പറയാം, പോകേണ്ടതുണ്ട്, ആ ഒരു കാര്യം പറയാം. ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ്, എനിക്കിത് ഇപ്പൊ തന്നെ ഫിനിഷ് ഇറ്റ് നൗ, ഇപ്പൊ തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ നൗ, എനിക്ക് ഇപ്പൊ തന്നെ പോകേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്, പോകേണ്ടതുണ്ട്, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ടു ചേർത്ത്, ഹാവിന്റെ കൂടെ ടു ചേർത്ത് പറയും. ഐ ഹാവ് ടു ഇഗ്നോർ ഇറ്റ്, എനിക്കത് മറക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ഹാവ് ടു ഫിനിഷ് ഇറ്റ്, ഇങ്ങനെയൊക്കെ പറയാൻ ഹാവ് ടു ചേർത്ത് പറയും. പിന്നെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തോ പറയും? ഐ ഹാവ് നോട്ട് ഹാവിന്റെ ചേർത്ത് പറയും. ഹാവിന്റെ അവിടെ കൂടെ നോട്ട് ചേർത്താൽ മതി. പിന്നെ നമ്മൾ പഴയതെല്ലാം ഒരുപാട് പഠിച്ചില്ലേ, അതുപോലെ പറഞ്ഞാൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഹാവ് ആദ്യം ചേർക്കും. പിന്നെ നമ്മൾ സഹായക്രിയ അല്ലെങ്കിൽ സഹായക്രിയാണ് ഹാവ്, അല്ലെങ്കിൽ ഈ വീട്, അത് കഴിഞ്ഞിട്ട് സബ്ജക്ട് ചേർക്കും, ബാലൻസ് ചേർക്കും. ഹാവ് യു, അല്ലെങ്കിൽ ഹാവ് ദേ, അവര് പോയോ പറയാൻ വേണ്ടിയിട്ട് ഹാവ് ദേ ചേർത്ത് പറയും. അങ്ങനെ ഹാവ് ചേർത്തിട്ട് ദേ സബ്ജക്ട്, അങ്ങനെ ചേർത്ത് അവസാനം ക്വസ്റ്റ്യൻ മാർക്കിട്ട് പറയണം. ഓക്കെ.